നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ സമുദ്രനിരപ്പിൽ സജീവമായി നിലനിൽക്കുന്ന തീരദേശ ന്യൂനമർദ്ദ പാത്തിയുടെയും തെക്ക് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിന് മുകളിലുള്ള ശക്തി കൂടിയ ന്യൂനമർദ്ദ മേഖലയുടെയും സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും മണിക്കൂറുകളിൽ വടക്കൻ കേരളത്തിലെ 5 ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കേരളത്തിലും മാഹിയിലും പരക്കെ മഴ തുടരുമെന്നാണ് പ്രവചനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാശനഷ്ടം ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റ്. ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശിയടിച്ചേക്കാം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചില്ലകൾ ഒടിഞ്ഞും വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ കാറ്റും മഴയും ഉള്ളപ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടില്ല. മാറി താമസിക്കണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീകരകളിലും അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം. പകൽ സമയം തന്നെ ക്യാമ്പുകളിലേക്ക് മാറണം. കാരണം ദുരന്തബാധിത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തങ്ങളുടെ പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കുകയും രാത്രിയാകുന്നതിന് മുമ്പ് പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. യാത്രകൾ ഒഴിവാക്കുക. മലയോര മേഖലകളിലേക്കുള്ള യാത്രകളും ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും പൂർണ്ണമായി ഒഴിവാക്കുക. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ജില്ലാ കലക്ടർ ഇന്ന് മേഘശ്രീ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പ്രവചിച്ചിരിക്കുന്നത്. നാളെയും ജില്ലയിൽ മഴ തുടരും. യെല്ലോ അലേർട്ടാണ് വയനാട്ടിൽ നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലും അതിശക്തമായ മഴ തുടരുന്നതിനിടെ ചാലിയാർ, ഇരുവഞ്ഞിപ്പുഴ, ചെറുപുഴ എന്നിവ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതോടെ പുഴയോരത്ത് താമസിക്കുന്നവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഗ്രാമീണ റോഡുകൾ വെള്ളത്തിലായതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇന്നലെ വൈകിട്ടോടെയാണ് പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത്. പുലർച്ചെയോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മാവൂർ കച്ചേരിക്കുന്നിലെ 4 വീടുകളിലാണ് നിലവിൽ വെള്ളം കയറിയത്. ഇതിൽ ഒരു കുടുംബം ഇന്നലെ തന്നെ ബന്ധുവീട്ടിലേക്ക് മാറിയിരുന്നു. അബ്ദുൾ ലത്തീഫ്, സത്യൻ ശ്രീധരൻ, ഉനൈസ് എന്നിവരുടെ കുടുംബങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ സാധന സാമഗ്രികൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി ബന്ധുവീടുകളിലേക്കൊക്കെ തന്നെ മാറി തുടങ്ങിയത്. ഇതിനോട് ചേർന്നുള്ള അടുത്തുള്ള വീടുകളൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങി. ഈ ഭാഗത്തെ മറ്റു 3 വീടുകൾ കൂടി ഏത് നിമിഷവും വെള്ളത്തിനടിയിലാകാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമായതോടെ ആദ്യമായാണ് മാവൂർ കച്ചേരിക്കുന്ന് പ്രദേശം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നത്. ഊർക്കടവ് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ വേനലിൽ താഴ്ത്തിയിടുന്ന സമയത്ത് ഇതിനോട് ചേർന്നുള്ള വയലുകളിൽ ഒരാൾ പൊക്കത്തിൽ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. എന്നാൽ മഴ കനത്തതോടെ വെള്ളം ഒലിച്ചിറങ്ങി വെള്ളപ്പൊക്കമായി മാറുകയായിരുന്നു. എല്ലാ വർഷവും ഈ ഭീഷണി നേരിടുന്നതിനാൽ ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ആയംകുളം, നെച്ചിക്കാട്ട് കടവ്, കുറ്റിക്കടവ്, വളയന്നൂർ എന്നിവിടങ്ങളിൽ വീടുകൾക്ക് ഭീഷണിയാകുന്ന വിധത്തിൽ ചാലിയാറിൽ നിന്നും ചെറുപുഴയിൽ നിന്നും വെള്ളം കയറിയിട്ടുണ്ട്. പെരുവയൽ പഞ്ചായത്തിലെ പള്ളിക്കടവ് ഭാഗത്തും വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. ചാത്തമംഗലം പഞ്ചായത്തിലും ചെറുപുഴയോട് ചേർന്നുള്ള കോട്ടോയിൽ താഴം, വിരിപ്പിൽ എന്നിവിടങ്ങളിലും ഏത് നിമിഷവും വെള്ളം കയറാവുന്ന അവസ്ഥയിലാണ്. മാത്രമല്ല പലയിടത്തും റോഡ് ഗതാഗതം വെള്ളം നിറഞ്ഞതിനെ തുടർന്നും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും ഗ്രാമപഞ്ചായത്ത് അധികൃതരും തീരദേശവാസികൾക്കൊക്കെ തന്നെ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്നും മാറി താമസിക്കുന്നവർക്കായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. മാവൂർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ വെള്ളപ്പൊക്ക മേഖലകളിൽ സന്ദർശനം നടത്തി വീട്ടുകാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. വരും മണിക്കൂറുകളിലും മഴ ഇതേ നിലയിൽ തുടർന്നാൽ ഇനിയും വെള്ളപ്പൊക്കത്തിന്റെ തീവ്രത വർദ്ധിക്കുമെന്നാണ് അധികൃതർ കണക്കാക്കുന്നത്. അതിനാൽ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തണം.